സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. അപ്പൊ സുഖമല്ലേ, സുഖാന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസ് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ജിൻഡോയുടെ ടീം തന്നെ ഒടുവിൽ കപ്പ് കൊണ്ടുപോയി ഗായ്സ്. ഡെൻ ടീം തന്നെ ലാസ്റ്റ് ഒടുവിൽ ജയിച്ചിരിക്കുകയാണ്. ആ ഡെൻ ടീമിലുള്ള അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ജിൻഡോ ഉണ്ട്, ശ്രീതു ഉണ്ട്, അർജുൻ ഉണ്ട്. ഇവരാണ് ഇപ്പൊ ലാസ്റ്റ് ജയിച്ച നിലയിൽ നിൽക്കുന്നത് കേട്ടോ. അവർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ളത്. അത് മാത്രമല്ല, അതിഥികളായിട്ട് വന്നുള്ള സ്വാതിയും അതുപോലെ തന്നെ സാവും പറയുന്നതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അർജുനും അതുപോലെ തന്നെ ജിൻഡോയും നല്ല വെറുപ്പിക്കാണ് ഓരോ കാര്യങ്ങളും ക്ലീൻ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മുടി പോലും ഇല്ലാത്ത രീതിയിലാണ് അവർ ക്ലീൻ ചെയ്തത്. അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതേപോലെ തന്നെ ശ്രീലേഖ നല്ല രീതിയിൽ തന്നെ ഡാൻസ് കളിച്ച് ഞങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യുന്നത്, അതും അടിപൊളി തന്നെയാണ്. പിന്നെ ജിൻഡോയുടെ ആത്മാർത്ഥത കുറച്ച് കൂടുതലാണോ ഒരു ഡൗട്ട് ഉണ്ട്. ആ ഡയമണ്ട് മോഷ്ടിക്കുന്നതിൽ അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ട് നിന്നു. പിന്നെ ഋഷി ആണെങ്കിൽ നമ്മുടെ ഈ ഒരു HR എന്ന് പറഞ്ഞ ക്യാരക്ടർ മര്യാദയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു സ്ട്രിക്റ്റ് ആണ്, പക്ഷെ ഒന്നും മനസ്സിലാവാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെകിളി പിടിച്ച് നടക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് HR-നെ. ബാക്കി എല്ലാവരും ഒരുവിധം ഇല്ലാണ്ട് തന്നെ പെർഫോമൻസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള പോയിന്റ് അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ചത് ഡെന്നിന് തന്നെയാണ്. അപ്പോൾ അവർ തന്നെയാണ് ഈ പ്രാവശ്യത്തെ പവർ ടീം ആവാൻ ചാൻസ് കൂടുതലും. പിന്നെ ജിൻഡോ നല്ല ആത്മാർത്ഥതപൂർവ്വം തന്നെയാട്ടോ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ലാണ്ട് ഈ ഡയമണ്ട് മോഷ്ടിക്കാൻ ഇനിയും അവസരമുണ്ട്, ആ അവസരം നിങ്ങൾ ഉപയോഗിക്കണം എന്ന് വീണ്ടും അവർ ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ഡയമണ്ട് മോഷ്ടിച്ചാൽ മാത്രം പോരാ, അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം 10 ദിവസത്തേക്ക്. ഒരു 10ാം ആഴ്ച വരെ നോമിനേഷൻ ഫ്രീ, അങ്ങനത്തെ ഒരു സംഭവമാണ് ആ ഡയമണ്ടും കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഡയമണ്ട് മോഷ്ടിക്കുക എത്രയോ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ മോഷ്ടിച്ചാൽ മാത്രം പോരാ, ബിഗ് ബോസ് വിളിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ആരെടുത്താണോ ഡയമണ്ട്, അപ്പൊ അവർക്കാണ് ആ ഡയമണ്ടിന്റെ പ്രതിഫലം കിട്ടുക. അതുകൊണ്ട് തന്നെ ഡയമണ്ട് മോഷ്ടിക്കാൻ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥപൂർവ്വം ശ്രമിക്കൂ എന്ന് വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡോ ഒന്നും വിചാരിച്ചാൽ ഇത് കൺട്രോൾ ചെയ്യാൻ ചാൻസ് കുറവായിരിക്കും. എന്തായാലും ഡയമണ്ട് അടിച്ചു മാറ്റാൻ ചാൻസ് കൂടുതലാട്ടോ. ഇത് നല്ല രസകരമായ മുഹൂർത്തങ്ങൾ നടക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിക്കണേ പ്ലീസ്. നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്ക് എനിക്ക് എത്രമാത്രം സന്തോഷം തരുന്നുണ്ട്. ഒരു ലൈക്ക് അല്ലേ, ഒന്ന് അടിച്ചേക്ക് പ്ലീസ്.